അതിൽപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ തെറ്റുകൾ എന്ത് ചെയ്യരുത്. യെസ്. മറ്റുള്ളവർ പറയാൻ നിൽക്കണ്ട. നമുക്ക് തോന്നും ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ അത് തെറ്റാവോ, അല്ലെങ്കിൽ നമ്മളടുത്ത ആളല്ലേ. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ. പരിചയത്തിലുള്ള ഒരു സുഹൃത്ത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. സ്വന്തമായ അധ്വാനങ്ങളും വരുമാനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് ചെറിയൊരു പ്രായത്തിൽ കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ ആദ്യത്തെ കല്യാണത്തിൽ വളരെ ഇഷ്ടപ്പെട്ട് കുടുംബം ആഗ്രഹിച്ച് എല്ലാ നിലക്കും അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ കല്യാണം കഴിച്ച് 1 മാസം ഏകദേശം ആകുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് വലിയൊരു അകൽച്ച ഭർത്താവുമായി കൊണ്ട് കാണിച്ചപ്പോൾ ഉമ്മാക്ക് തോന്നിയ ചില സംശയങ്ങളും അങ്ങനെ എല്ലാം നോക്കുമ്പോൾ ഒരു 5 വർഷത്തെ ഒരു പിന്നാമ്പുറത്തുള്ള ഒരു ബന്ധം, ഒരു അഫെയർ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അത് ഒഴിവാക്കേണ്ടി വന്നു. ഇവന് രണ്ടാമത് പിന്നെ ഉടനെ അവൻ്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ, കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ രണ്ടാമതൊരു കല്യാണം കഴിച്ചു. ഏകദേശം 1 മാസം ആകുമ്പോഴേക്ക് അതും ഏകദേശം അങ്ങനെ ആവുകയാണ്. അപ്പം അതിൻ്റെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുമല്ലോ, ഒന്നങ്ങനെ ആയി, ഇപ്പോൾ രണ്ടും അങ്ങനെ ആകുമ്പോൾ അത് അവൻ്റെ അടുത്തുള്ള പ്രശ്നമാണെന്നുള്ളത്. പക്ഷേ പേഴ്സണലി സംസാരിക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയപ്പോൾ ആ വ്യക്തി പറഞ്ഞതെന്താ വെച്ചാൽ, പിന്നെ ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ പല സംഗതിയിലും എന്താ പറയുക, ഇവർ കാശുണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതുപോലെ വളരെ മോശമായിട്ടുള്ള ചില സംഗതികൾ, അതായത് ചില കുട്ടികൾ ജീവിതത്തിൽ അവർക്കുണ്ടായ പല കാര്യങ്ങളും തുറന്നു പറയും. ആ തുറന്നു പറച്ചിലുകൾ പറയാൻ പറ്റിയതും ഉണ്ടാകും, പറ്റാത്തതും ഉണ്ടാകും. അപ്പോൾ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നൊരു കുട്ടികൾ എന്താ ചെയ്യുക, അവിടെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ വെറുതെ എടുത്തിടൂലല്ലോ. കാരണം എനിക്ക് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹിക്കുക. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കുട്ടി എല്ലാ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും ഒരാണൊരിക്കലും കേട്ടാൽ ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള തെറ്റുകളൊക്കെ എടുത്ത് പറയുകയും അത് വലിയൊരു സംഭവമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവസാനം അവനക്ക് ഏതായാലും അങ്ങനെ ഉപയോഗിച്ചു. ഇനി ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണ്ട, മുന്നോട്ട് ഈ രൂപത്തിൽ പോയാൽ പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം 99.9% കഴിയില്ല. അത്ര ഒരു സാഹചര്യത്തിലാണ്. കാരണം അങ്ങനെയുള്ള തുറന്നു പറഞ്ഞ ഒരാൾ ഒന്നെങ്കിൽ ഇത് പറയണമെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക വിഷയം എന്തെങ്കിലും പറയാൻ പാടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് പോലും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രയാസമുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരം അപകടങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടായിരിക്കുക മുമ്പ് പങ്കുവെച്ച പല കാര്യങ്ങളിലും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പോൾ നമുക്ക് ഇതിൽ കുട്ടികളോട് പറയുക വെച്ചാൽ നമ്മളെല്ലാം പറയണം എന്ന് പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംസാരം ഉണ്ടല്ലോ. പക്ഷെ വേറെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് ജീവിത സാഹചര്യങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ തെറ്റുകൾ എന്ത് ചെയ്യരുത്. മറ്റുള്ളവർ പറയാൻ നിൽക്കണ്ട. നമുക്ക് തോന്നും ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ അത് തെറ്റാവോ, അതല്ലെങ്കിൽ നമ്മളടുത്ത ആളല്ലേ. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഞാൻ മറച്ചു വെച്ച് കഴിഞ്ഞാൽ, മുൻകാലങ്ങളിലുള്ളത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ആത്മാർത്ഥതക്ക് കുറവ് വരുമോ എന്ന രൂപത്തിലൊക്കെ ചില ആളുകൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പറയാറുണ്ട്. പക്ഷെ അത് പിന്നീട് ഉണ്ടാകുക അതിൻ്റേതായിട്ടുള്ള പിന്നെ വേദനയുടെ ആഴം വലുതായിരിക്കും. റസൂൽ പറഞ്ഞു നിങ്ങളുടെ തെറ്റുകൾ എന്ത് ചെയ്യണ്ട, മറ്റുള്ളവർ പറയണ്ട. ഒന്ന്. രണ്ടാമത്തൊരു വിഷയമുണ്ട്, അതികഠിനമായ ശിക്ഷ അനുഭവിക്കാവുന്ന രൂപത്തിലുള്ള തെറ്റുകൾ കണ്ടാൽ പോലും, അതായത് ഒരാണും പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അള്ളാഹുവും റസൂലും നിരോധിച്ച കാര്യം ചെയ്യുന്നത് അവർ കണ്ടാൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സാക്ഷികളെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞു സാക്ഷി 4 ആൾ വേണം. അതെന്താണെന്ന് വെച്ചാൽ ഒരാൾ കണ്ടത് അദ്ദേഹം പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറയാനല്ല, അല്ലെ അവനെ അവഗണിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അത്രത്തോളം ഗൗരവമുണ്ട് എന്നുള്ളതാണ്. റസൂലിൻ്റെ അടുക്കൽ വന്നാണ്ട് ഈ ഒരു വിഷയം സംസാരിച്ച ആളോട് പോലും റസൂല് എന്താ പറഞ്ഞ, സമൂഹത്തോട് പറഞ്ഞു അവൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ, കാരണം നോക്കി അവന് മാനസിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്നും ചെക്ക് ചെയ്ത് നോക്കി എന്ന് റസൂല് പറഞ്ഞു. കാരണം ചില സമയങ്ങളിൽ
ഇത്തരം പ്രത്യേകിച്ച് നമ്മളിൽ സംഭവിക്കാവുന്ന തെറ്റുകൾ സംഭവിക്കുമല്ലോ, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചത് ആ കുട്ടിയുടെ കുട്ടിക്കാലത്തോ അതല്ലെങ്കിൽ അറിവില്ലാത്ത സമയത്തോ ഒക്കെ സംഭവിച്ചതായിരിക്കാം. പക്ഷെ പറയുന്നത് പിന്നെ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാകുമ്പം അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ തൻ്റെ ഇണക്ക് സാധിച്ചു എന്ന് വരില്ല. അത് പിന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാര്യത്തിലേക്ക് അത് പോകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പം അത് ഒന്നുകിൽ കുട്ടികൾക്ക് അറിയില്ലെങ്കിലും മാതാപിതാക്കൾ ഇതൊക്കെ എന്ത് ചെയ്യണം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞു കൊടുക്കണം. അത് എന്ത് ചെയ്യണ്ട, അവരോട് പറയണ്ട, അത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം എന്ന രൂപത്തിലേക്കെങ്കിലും അത് മാറ്റി വെക്കുന്ന അവസ്ഥ ഉണ്ടാവണം. എന്നാൽ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരാജയം അല്ലെങ്കിൽ ജീവിതത്തിലൊരു പരീക്ഷണം വന്ന ഒരാളാണെങ്കിൽ അത് മറച്ചു വെച്ചാണ്ട് എന്ത് ചെയ്യാനും പാടില്ല. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. മറച്ചു വെച്ചാണ്ട് രോഗമോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ബാഡ് ഇമേജുകളൊക്കെ വന്ന ഒരു വസ്തുത മറച്ചു വെച്ചിട്ട് കല്യാണത്തിലേക്ക് അതങ്ങോട്ട് പോയിക്കോളും എന്ന് പറഞ്ഞാൽ അതും എന്ത് ചെയ്യില്ല. അത് ചീറ്റിംഗ് ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം ഇത് ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ഒരു വിഷയം പറഞ്ഞൊരു ഈ ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആണ്. കുട്ടികൾക്ക് എന്തും ആവാന്നുള്ളിടത്താണ് ഇപ്പോൾ അവരുടെ തന്നെ ചിന്താരീതികളും പ്രകടനങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതിനൊരുപാട് ഉസ്താദുമാർ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. എനിക്ക് പറയാനുള്ളത് ചെയ്യാലോ. അപ്പം ഈ അടുത്ത് ഒരു പയ്യൻ്റെ ഒരു കമൻറ്റ് കണ്ടു. എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഭാര്യ എന്ന് വരുന്ന ഒരാൾ, അവൾ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെയ്തിട്ടുള്ളവരാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി ഇവിടെ നാട് നന്നായാൽ വന്നിട്ട് ചെയ്യാതിരുന്ന വന്നിട്ട് ചെയ്താതിരുന്നാൽ മതി. എന്താ വന്നിട്ട് ചെയ്താലെന്താ, അങ്ങനെ പറയുന്ന ഒരാളെ സംബന്ധിച്ച് വന്നിട്ട് ചെയ്താലെന്താ, ഞാനും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവനവൻ്റെ തെറ്റ് പരസ്യമായിട്ട് ആളുകളോട് വിളിച്ചാൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. അതൊരു വലിയ സംഭവമായിട്ടാണ് ആളുകൾ കാണുന്നത്. അതിനെയാണ് ഇപ്പം യുവതലമുറ അല്ലെങ്കിൽ കുട്ടികൾ, ഈ ടീൻ ഏജിലുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യണത്, പിൻപറ്റുന്നത് എന്നുള്ള വലിയൊരു അപകടമാണ്. അപ്പം സോഷ്യൽ മീഡിയ ഒരു കത്തി എന്നുള്ളത് നമുക്ക് ഉപകാരത്തിനും പറ്റും ഉപദ്രവത്തിനും പറ്റും. ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ ഒന്ന്